അമ്മേ അമ്മേ എന്നു വിളിച്ചു നിൻ സവിധത്തിൽ ഓടിക്കൂടും ഈ ഏഴകളെ തള്ളിയിടല്ലേ. ഹൃത്തിലൂടെ വാളുകടന്ന വ്യാകുലമാഥാം കുരിശിൽ മകനെ കണ്ടു കരഞ്ഞു രമ്മേ നാഥേ. പല വഴി നോക്കിയിട്ടൊരു തുണ കാണാതമ്മയാടിയാൻ ചങ്കുപൊടിഞ്ഞു നിൻ പദതാരിൽ മുത്തിടുന്നു. മാനസക്ലേശം തീരാരോഗം എന്നിവയെല്ലാം മാതാവേ നിൻ അർത്ഥനമൂലം മാറ്റിയിടേണം. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ഓഗസ്റ്റ് 15 വാങ്ങിപ്പ് പെരുന്നാൾ. ഈ ദിവസം പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ഭൗമ ജീവിതം പൂർത്തിയാക്കിയ ശേഷം ആത്മാവോടും ശരീരത്തോടും കൂടി സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട ദിവസം. വാങ്ങിപ്പെന്ന പേരിൻ്റെ അർത്ഥം ദൈവം തൻ്റെ പ്രിയ മാതാവിനെ മഹത്വത്തിലേക്ക് വാങ്ങിയെന്ന വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തിരുനാൾ പ്രത്യാശയുടെയും മഹത്വത്തിൻ്റെയും ആഘോഷമായി നാം കൊണ്ടാടുന്നത്. കേരളത്തിലെ പല ദേവാലയങ്ങളിലും ഈ ദിവസം വിശുദ്ധ കുർബാന, തിരുനാൾ പ്രദക്ഷിണം, പ്രത്യേക പ്രാർത്ഥനകൾ എന്നിവ നടത്തപ്പെടുന്നു. ചില സ്ഥലങ്ങളിൽ പുതുവിളവുകൾ സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങുന്ന ആചാരമായും നിലനിൽക്കുന്നു. അതിനാലാണ് ഈ ദിവസം ആത്മികമായും സാംസ്കാരികമായും വലിയ പ്രാധാന്യമുള്ളത്. മറിയത്തിൻ്റെ ജീവിതം മുഴുവൻ ദൈവവിളിയോടുള്ള സമ്പൂർണ്ണ സമർപ്പണമായിരുന്നു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന അമ്മയുടെ മറുപടി എല്ലാ വിശ്വാസികൾക്കും മാതൃകയാണ്. സന്തോഷത്തിലും ദുഃഖത്തിലും അവൾ ദൈവത്തോട് വിശ്വസ്തയായി നിന്നു. കാൽവറി മലയിൽ ക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ പോലും വിശ്വാസം കൈവിട്ടില്ല. മറിയ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഗബ്രിയേൽ ദൂതൻ വന്ന് 3 ദിവസത്തിനുള്ളിൽ നീ സ്വർഗത്തിലേക്ക് പോകുമെന്ന് അമ്മയോട് അറിയിച്ചു. അമ്മയുടെ പവിത്ര ശരീരവും ആത്മാവും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അമ്മയുടെ ആത്മാവിനെ ഏറ്റുവാങ്ങാൻ യേശു തന്നെ വന്നു എന്നും പറയപ്പെടുന്നു. പിന്നീട് ശരീരത്തെ മഹത്വത്തോടെ സ്വർഗത്തിലേക്ക് മാലാഖമാർ കൊണ്ടുപോയി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പ്രസംഗിച്ചിരുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരെ ദൂതന്മാർ മേഘത്തിൽ കൊണ്ടുപോയതായി പറയപ്പെടുന്നു. തോമസ് ലീഹ മാത്രം 3-ാം ദിവസമാണ് എത്തിയത്. ഒരു മേഘം തോമസ് ലീഹായെ വഹിച്ച് യെരുശലേമിൽ എത്തിച്ചു. അപ്പോൾ സ്ലീഹ അവിടെ കണ്ടത് മാതാവിൻ്റെ ഭൗതിക ശരീരം മാലാഖമാർ സ്വർഗത്തിലേക്ക് വഹിച്ചുകൊണ്ട് പോകുന്നതാണ്. ഏറെ വേദനയോടെ മാതാവിനെ വിളിച്ച തോമസ് ലഹായിക്ക് അമ്മ തൻ്റെ അരയിൽ കെട്ടിയിരുന്ന റൂമാൽ ആകാശത്ത് നിന്ന് താഴേക്ക് ഇട്ടുകൊടുത്തതായും പറയപ്പെടുന്നു. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അതാണ് നമ്മുടെ അമ്മ. നമുക്ക് മുമ്പേ പോയി നമുക്ക് വേണ്ടി വഴി കാണിക്കുന്നു. വാങ്ങിപ്പ് പെരുന്നാൾ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ വിശ്വസിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് ദൈവം നിത്യജീവന്റെ മഹത്വം ഒരുക്കിയിരിക്കുമെന്ന പ്രത്യാശയാണ്. മനുഷ്യജീവിതം ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നില്ല. ദൈവത്തെ സ്നേഹിച്ചും അവിടുത്തെ ഹിതം അനുസരിച്ചും ജീവിക്കുന്നവർക്ക് നിത്യജീവന്റെ മഹത്വം കാത്തിരിക്കുന്നു. ഈ പ്രത്യാശയോടെ ഏറ്റവും മനോഹരമായ അടയാളമാണ് പരിശുദ്ധ അമ്മ. ഇന്നത്തെ ലോകത്തിൽ ഭിന്നതകളും ആശങ്കകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മറിയത്തിന്റെ ജീവിതം നമ്മെ സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും വഴിയിലേക്കാണ് നയിക്കുന്നത്. മാതാവിനെ പോലെ ദൈവത്തിൽ ആശ്രയിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ജീവിതമാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതം എന്ന് പറയപ്പെടുന്നത്.
ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ ആചരിക്കുന്ന ഈ വേളയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി നമ്മുടെ കുടുംബങ്ങളെയും സഭയെയും സമൂഹത്തെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. മറിയത്തെ പോലെ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർന്ന് ഒരു നാൾ നിത്യസ്വർഗ മഹത്വത്തിൽ പങ്കുചേരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വാങ്ങിപ്പ് പെരുന്നാൾ മാതാവിന്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.